ഷാർജയെ സംഗീത സാന്ദ്രമാക്കാൻ ഏകത നവരാത്രി മണ്ഡപം സംഗീതോത്സവം സെപ്റ്റംബർ 26 മുതൽ. സംഗീതോത്സവത്തിന്റെ വിളംബര യോഗം നടന്നു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ 300-ലേറെ സംഗീത കച്ചേരികൾ അരങ്ങേറും. 14ാമത് ഏകത നവരാത്രി മണ്ഡപം സംഗീതോത്സവം സെപ്റ്റംബർ 26, 27, 28 തീയതികളിൽ ഷാർജ ലുലു സെൻട്രൽ മാൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. സംഗീതോത്സവത്തിന്റെ വിളംബര യോഗം ഷാർജയിൽ നടന്നു. സംഗീതോത്സവം രക്ഷാധികാരികളായ NM പണിക്കർ, ഡോക്ടർ ഉദയഭാനു, ഏകത രക്ഷാധികാരി മണികണ്ഠൻ മേലോത്ത്, പ്രസിഡന്റ് ഡോക്ടർ സതീഷ് കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി VK പ്രസന്നൻ, സെൻട്രൽ കോർഡിനേറ്റർ മണി K ദാമോദർ, ഭാരവാഹികളായ പ്രവീൺ കുമാർ, കൃഷ്ണദാസ്, UV ശശിമേനോൻ, സംഗീതോത്സവം ജനറൽ കൺവീനർ ബിനോജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെയാണ് പരിപാടികൾ അരങ്ങേറുക. 300-ലേറെ സംഗീത കച്ചേരികൾ 3 ദിവസങ്ങളിലായി നടക്കും. അരങ്ങേറ്റം, പ്രതിഭ, വിദ്വാൻ, വിദൂഷി എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലായാണ് കച്ചേരികൾ. കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, ഹരികഥ, ലയവിന്യാസം എന്നിങ്ങനെ വിവിധ ശൈലികളിലുള്ള കച്ചേരികളും ഉപകരണ സംഗീത കച്ചേരികളും സംഗീതോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറും. സംഗീതോത്സവത്തിൽ പ്രവാസി സംഗീത ഭാരതി പുരസ്കാരം ചെങ്കോട്ട ഹരിഹര സുബ്രഹ്മണ്യ അയ്യർക്ക് സമ്മാനിക്കും. സംഗീതോത്സവം will be held on Lulu Center on September 26, 27, 28. 28th being the award ceremony day, in which the award will be given to this year's winner, followed by his kacheri. ഭാരതത്തിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുമുള്ള പക്കമേള പ്രതിഭകളാകും കച്ചേരികൾക്ക് അകമ്പടി സേവിക്കുക. ജനം, ദുബായ്.